മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മിയെ അമ്പലത്തിൽ വെച്ച് കാണുന്ന മഞ്ജു മേഘൻ്റെ വീട്ടിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചെല്ലാം മഹിക്ക് ചെറിയ സൂചന നൽകുന്നുണ്ട് കേട്ടോ. മേഘനും അയാളുടെ വീട്ടുകാരും പണത്തിനോട് മാത്രം ആർത്തിയുള്ളവരാണെന്നും ഞാൻ കൊണ്ടുവരുന്ന പണവും പ്രതീക്ഷിച്ച് സ്വാതിയുടെ വിവാഹം നടത്താനായിരുന്നു അവരുടെ പ്ലാൻ എന്നെല്ലാം പറയുമ്പോൾ കണ്ണേട്ടൻ സ്വാതിയുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതെല്ലാം ചെയ്യുമെന്ന് പറയുന്നുണ്ട് മഹി. ശേഷം അവളുടെ വിഷമം എന്ത് തന്നെ ആയാലും അതെത്രയും വേഗം തീർക്കണമെന്നും മഞ്ജുവിന് നല്ലൊരു ജീവിതം ഉണ്ടാകണമെന്നും മഹാലക്ഷ്മി ഭഗവതിയുടെ മുന്നിൽ നിന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നീട് കമലേശ്വരം ഫിനാൻസിസിൽ എത്തുന്ന മഹി മഞ്ജുവിനെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടു എന്നും മേഘൻ്റെ കൂടെയുള്ള ജീവിതത്തിൽ അവൾ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നും അവളുടെ മുഖത്തെ ആ വിഷമം കണ്ടപ്പോൾ എനിക്കും അത് സഹിക്കാൻ കഴിഞ്ഞില്ല കണ്ണേട്ടാ. അവൾക്ക് വിവാഹത്തിന് കൊടുക്കേണ്ടതൊന്നും കണ്ണേട്ടൻ കൊടുക്കാത്തത് കൊണ്ട് തന്നെ കണ്ണേട്ടൻ്റെ അമ്മാവനും അമ്മായിയും മേഘനും എല്ലാം അവളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് അവളുടെ വാക്കുകളിൽ നിന്നും എനിക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞു. കണ്ണേട്ടൻ എന്തെങ്കിലും ഉടനെ തന്നെ മഞ്ജുവിന് വേണ്ടിയിട്ട് ചെയ്യണം. അവൾക്കിപ്പോൾ കണ്ണേട്ടനോട് ഒരു ദേഷ്യവും ഇല്ല. അവളുടെ പ്രശ്നം എന്ത് തന്നെ ആയാലും അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കണ്ണേട്ടൻ തന്നെ മുന്നിട്ടിറങ്ങണം എന്നെല്ലാം മഹി പറയുമ്പോൾ താൻ പറയാതെ തന്നെ എനിക്കതൊക്കെ അറിയാടോ. മഞ്ജു അന്ന് വീട്ടിൽ വന്നപ്പോൾ തന്നെ അവൾക്ക് എന്തോ ഒരു വിഷമം അവൾക്കുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിരുന്നു. അവളൊന്നും തുറന്ന് പറയാതിരുന്നത് അവളുടെ വാശിയിലല്ലേ മേഘനുമായിട്ടുള്ള വിവാഹം നടന്നത്. എന്താ വേണ്ടതെന്ന് ഞാനൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് എന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ മഹിയോട്. പിന്നീട് കാണിക്കുന്നത് സീമന്തിനി ദുർഗയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ ഒന്ന് നിൻ്റെ മോളോട് സംസാരിക്കണം ദുർഗയെ. കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം അവൾ ഇവിടെയുള്ള ആർക്കും ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവൾക്ക് തോന്നുന്ന സമയത്ത് ഇറങ്ങിപ്പോകും, എന്നിട്ട് അവൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കയറി വരും. മാത്രമല്ല എന്നെ അടുക്കളയിൽ ഒരു കൈ സഹായിക്കാറും ഇല്ല. നീ നിൻ്റെ മോളെ എങ്ങനെ വളർത്തിക്കൊണ്ട് വന്നിട്ട് ഇപ്പോൾ അനുഭവിക്കുന്നത് ഞങ്ങളും എൻ്റെ മോനുമാണ്. നീ അവളെ ഉപദേശിച്ച് നേർവഴിക്ക് നടത്തണം. ഇല്ലെങ്കിൽ മേഘനും മഞ്ജുവുമായിട്ടുള്ള ദാമ്പത്യം എത്ര നാൾ മുന്നോട്ട് പോകും എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ഏട്ടത്തി വിഷമിക്കാതിരിക്കുക, ഞാൻ അവളോട് സംസാരിക്കാം. മേഘനോട് അവൾക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. അന്ന് ആ ഫോട്ടോ കണ്ടതിന് ശേഷം അവളുടെ മനസ്സിൽ എന്തോ ഒരു കരട് വീണിട്ടുണ്ട്. ഞാനത് അവളോട് സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ എന്നെല്ലാം ദുർഗ പറയുമ്പോൾ എങ്കിൽ നിനക്ക് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് നീരസത്തോടെ കോള് കട്ട് ചെയ്യാണ് കേട്ടോ സീമന്തിനി. ശേഷം ഇവളിത് എന്ത് ഭാവിച്ചാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ, സ്വന്തം ജീവിതമാണ് വെച്ചാണ് കളിക്കുന്നത് എന്നുള്ള ബോധം ഈ പെണ്ണിനെ ഇല്ലാതായി പോയല്ലോ എന്നെല്ലാം ഇങ്ങനെ സ്വയം പറയുന്നുണ്ട് കേട്ടോ ദുർഗ. ഇതേ സമയത്താണ് കണ്ണനും മഹാലക്ഷ്മിയും കമലേശ്വരത്ത് തിരിച്ചെത്തുന്നത്. അപ്പോൾ കണ്ണനെ കാണുന്നതും പാഞ്ഞു ചെന്ന് ദുർഗ പറയുന്നുണ്ട്, നിനക്കിപ്പോൾ തൃപ്തിയായല്ലോ കണ്ണ, നീ ഒറ്റ ഒരുത്തൻ കാരണം എൻ്റെ മോളുടെ ജീവിതമാണ് ഇല്ലാതാകാൻ പോകുന്നത് എന്നെല്ലാം പറയുമ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്തു? മഞ്ജുവിൻ്റെ ജീവിതം തകർന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഒരു പരിധി വരെ അമ്മ കൂടിയാണെന്ന് കണ്ണൻ പറയുമ്പോൾ നീ ഇങ്ങനെ നിൻ്റെ സ്വത്തുക്കൾ മുഴുവൻ ഇവളുടെ പേരിലേക്ക് പ്രമാണാക്കാൻ പോവല്ലേ? എൻ്റെ മോൾക്കും മോനും കാലണ കൊടുക്കില്ല എന്നുള്ള വാശിയിലല്ലേ നീ? അതിന് എൻ്റെ മോളാണ് കെട്ടിച്ച് വീട്ടിൽ കിടന്ന് അനുഭവിക്കുന്നത്. ഏട്ടത്തി ഇപ്പോൾ എന്നെ വിളിച്ചിരുന്നു, മഞ്ജു തന്നിഷ്ടത്തിന് നടക്കുകയാണെന്നും അവളെ ഉപദേശിക്കണമെന്നും പറഞ്ഞു. നീ കൊടുക്കാനുള്ളതൊക്കെ അവൾക്ക് കൊടുത്തിരുന്നെങ്കിൽ എൻ്റെ മോൾക്ക് മേഘൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു വില ഉണ്ടാകുമായിരുന്നു. ഏട്ടത്തിയുടെ നാവിൽ നിന്നും പിന്നെ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാകുമായിരുന്നില്ല. എല്ലാത്തിനും കാരണം നീയാണ്. ഇവളുടെ തലയണ മന്ത്രം കേട്ടിട്ടാണ് നീ ഇങ്ങനെയൊക്കെ ആയിപ്പോയത് എന്നെല്ലാം മഹിയെയും കുറ്റപ്പെടുത്തി ദുർഗ പറയുമ്പോൾ മഞ്ജു ഉണ്ണിയുടെ മാത്രമല്ല എൻ്റെ കൂടി പെങ്ങളാണ്. അവൾക്ക് ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. അവൾക്ക് മേഘൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പരിഹരിച്ചു കൊടുക്കും. ഇനി മഞ്ജുവിനെ കുറ്റപ്പെടുത്തി അമ്മായിയുടെ നാവിൽ നിന്നും ഒന്നും വീഴില്ല. അത് ഞാൻ അമ്മയ്ക്ക് ഉറപ്പ് തരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗയോട്. തുടർന്ന് മഹിയോടായിട്ട് വാടോ നമുക്ക് ഇപ്പം തന്നെ മേഘൻ്റെ വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് മഹിയെയും കൂട്ടി ഉടനെ തന്നെ കണ്ണൻ മേഘൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് കണ്ണൻ മഹാലക്ഷ്മിയും കൂട്ടി മേഘൻ്റെ വീട്ടിലെത്താണ്. അപ്പോൾ അവർ ഒരുമിച്ച് വരുന്നത് കാണുമ്പോൾ വാമനും സീമന്തിനെയും മേഘനെയെല്ലാം ഞെട്ടലോടെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ണൻ അവിടേക്ക് വരും എന്നുള്ള കാര്യമൊന്നും അവരൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മഞ്ജുവിനാണെങ്കിൽ അവരെ ഒരുമിച്ച് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഏട്ടത്തി എന്നെല്ലാം വിളിച്ചുകൊണ്ട് മഞ്ജു അവരുടെ അടുത്ത് നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവൻ ഇനി എന്തിനുള്ള പുറപ്പാടിലാണാവോ വരുന്നത് എന്നെല്ലാം വാമൻ സീമന്തിനിയോട് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. തുടർന്ന് എന്താ കണ്ടാ, നീ സ്വത്തുക്കളെല്ലാം നിൻ്റെ ഭാര്യയുടെ പേരിൽ എഴുതി വെക്കുകയാണെന്ന് കേട്ടു.
നിൻ്റെ പെങ്ങൾക്കും അനിയനും ഒന്നും കൊടുക്കാനുള്ള ഉദ്ദേശമില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്നെല്ലാം സീമന്തിനി പറയുമ്പോൾ അത് പറയാൻ തന്നെയാണ് ഞാൻ വന്നത്. ഞാൻ മേഘനുമായിട്ടുള്ള എൻ്റെ പെങ്ങളുടെ വിവാഹത്തിന് സഹകരിച്ചില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. കുട്ടിക്കാലം മുതൽ എനിക്ക് മേഘനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. മഞ്ജു കൊണ്ടുവരുന്ന സ്വത്തുക്കളും നോക്കി കണ്ണും നട്ട് നോക്കിയിരുന്ന നിങ്ങൾക്കൊക്കെ അതൊരു വലിയ ആഘാതമായി എന്നും എനിക്കറിയാം. എൻ്റെ പെങ്ങളെ മേഘൻ കല്യാണം കഴിച്ചു എന്ന് കരുതി അവൾക്കിവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഞാൻ അവളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കും. പക്ഷേ അത് അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഒരു കുറവും വരുത്താതെ ഞാൻ അവളെ പൊന്നുപോലെ നോക്കും. മേഘൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ ജീവിക്കുന്നിടത്തോളം കാലം എൻ്റെ പെങ്ങൾ മഞ്ജുവിന് ഇവിടെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകരുത്. തുടർന്ന് അമ്മായിയും കൂടി കേൾക്കാനാണ് ഞാനിത് പറയുന്നത്. നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ മഞ്ജു സ്വത്തുക്കളൊന്നും കൊണ്ടുവരാത്തത് കൊണ്ട് തന്നെ അവളെ ഇവിടെയിട്ട് ടോർച്ചർ ചെയ്യുകയാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി എന്നറിഞ്ഞാൽ പിന്നെ ഞാൻ വരാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കില്ല. അമ്മായി കേട്ടല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സീമന്തിനിക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. തുടർന്ന് ഇനി എൻ്റെ പെങ്ങൾക്ക് നേരെ അമ്മായി ഒരക്ഷരം മിണ്ടിയെന്നറിഞ്ഞാൽ പോരിന് ചെന്ന് കഴിഞ്ഞാൽ കണ്ണൻ ആരാണെന്ന് നിങ്ങളറിയും. അവൾ മേഘനെ വില കൽപ്പിക്കാതെ അവളുടെ തന്നെ ഇഷ്ടത്തിന് നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. മഞ്ജുവിനെ എനിക്ക് കുട്ടിക്കാലം തൊട്ടേ അറിയാം. അവളെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് സ്നേഹിക്കാൻ മാത്രമേ എൻ്റെ പെങ്ങൾക്കറിയൂ. അതുകൊണ്ട് മഞ്ജുവിന് വേണ്ടിയിട്ട് സീമന്തിനിയെ നിർത്തിപ്പൊരിക്കുകയാണ് കേട്ടോ കണ്ണൻ ചെയ്യുന്നത്. അപ്പോൾ കണ്ണൻ്റെ വാക്കുകൾ കേട്ട് വാമനും സീമന്തിനിയും മേഘനും ആണെങ്കിൽ അവർക്ക് തിരിച്ചൊരക്ഷരം മിണ്ടാൻ കഴിയുന്നില്ല. കാരണം അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കേട്ടോ കണ്ണൻ്റെ അവിടെ നടക്കുന്നത്. അങ്ങനെ ശരിക്കും അവർക്ക് എല്ലാവർക്കും വായടപ്പിച്ചുള്ള നല്ലൊരു മറുപടി തന്നെ കണ്ണൻ അവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ മഹിയും കൂട്ടി കണ്ണൻ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ തനിക്കൊരു പ്രശ്നമുണ്ടായി എന്നറിഞ്ഞപ്പോൾ തന്നെ അത് ചോദിക്കാനായി എത്തിയ കണ്ണനോട് വളരെയധികം സ്നേഹവും അതുപോലെ തന്നെ ബഹുമാനവും ഒക്കെ മഞ്ജുവിന് ഈ നിമിഷം തോന്നുന്നുണ്ട്. ഞാൻ മനസ്സറിഞ്ഞ് സന്തോഷിക്കുകയാണ് കേട്ടോ മഞ്ജു ചെയ്യുന്നത്. ഇത്രയും നല്ലൊരു ഏട്ടനെ ധിക്കരിച്ചാണല്ലോ താൻ മേഘനെ വിവാഹം കഴിച്ചത് എന്ന് ഓർത്തൊരു കുറ്റബോധവും മഞ്ജുവിന് അവിടെ തോന്നുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ ഒരു നല്ല എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക്